ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയകാല ചായപലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് ഇതറിയാത്തതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല നാടൻ രുചിയിലുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചായപലഹാരമാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്താലാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് തരിതരിയായിട്ട് കിട്ടുന്ന പുട്ടുപൊടിയില്ലേ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കണം. ഈ വെള്ളം മൊത്തം പുട്ടുപൊടിയിലേക്ക് കുടിച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചട്ടിയിലായതുകൊണ്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതുപോലെ ഇങ്ങനെ തരി ആയിട്ട് തന്നെ കിട്ടണം. ഒരുപാട് കുഴഞ്ഞു പോകരുത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. അപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ തരി പോലെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്കിതുപോലെ ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കാനും പറ്റും. ആ ഒരു രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കാൻ. എന്നിട്ട് നമുക്കിതാ ഈ ഒരു സൈസിൽ ഓരോന്നും ഉണ്ട പിടിച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തം ഞാനിത് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആവി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമുക്കതിൽ വാഴയില വെച്ച് കൊടുക്കാം. വാഴയിലയും കൂടി വെക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ആദ്യം ഒന്ന് വിതറി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഉണ്ടെല്ലാം വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പുട്ടുപൊടിനെ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പുട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അതുപോലെ കൊഴുക്കട്ട അങ്ങനത്തെ ഒന്നും ടേസ്റ്റ് അല്ല. ഇത് വേറെ തന്നെ ഒരു പ്രത്യേക ഒരു നാടൻ രുചിയാണ് ഇതിന്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും നോക്കണം. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. നമ്മൾ ജീരകവും തേങ്ങയും നെയ്യും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് കിട്ടുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് അടിപൊളിയായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചായൻ്റെ കൂടെയെല്ലാം ചായക്കടിയായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കറിൻ്റെ കൂടെയോ അല്ലാണ്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.